ഹലോ എവ്രി വൺ, സൈലത്തിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോൺ വെർബൽ റീസണിങ്ങിൽ വരുന്ന കൗണ്ടിങ് ഓഫ് ഫിഗേഴ്സിനകത്ത് വരുന്ന കൗണ്ടിങ് ഓഫ് ട്രയാങ്കിൾസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതെങ്ങനെ സോൾവ് ചെയ്യാം, ഈസി ആയിട്ട് സോൾവ് ചെയ്യാം എന്നുള്ള ട്രിക്സും ആണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് തന്നെ പോവാം. യെസ്, ഇത് RRB NTPC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഇൻ ദ ഡയഗ്രാം ഗിവൺ ബിലോ. സോ ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യുക? അപ്പം നമുക്ക് ട്രിക്ക് അറിയില്ലെങ്കിൽ ഇരുന്ന് എണ്ണണം, 1 2 3 എന്ന് ഇരുന്ന് എണ്ണിയിട്ട് നമ്മൾ ആൻസറിലോട്ട് എത്തണം. സോ ചില സമയത്ത് നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടാം, ചില സമയത്ത് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്താലും കറക്റ്റ് ആൻസർ കിട്ടണമെന്നില്ല. അപ്പം നമുക്ക് എന്ത് വേണം? ട്രിക്ക് വേണം. അപ്പം നമുക്ക് ട്രിക്കിലോട്ട് പോവാം. യെസ്. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ഓക്കെ, സോ ഞാനിവിടെ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ വരച്ചു. എന്നിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇവിടെ എത്ര ട്രയാങ്കിൾ ഉണ്ട്? വളരെ സിമ്പിൾ, നമുക്ക് പറയാം ഇവിടെ ഒരൊറ്റ ട്രയാങ്കിൾ മാത്രമേ ഉള്ളൂ അല്ലേ? എല്ലാവർക്കും അറിയാം, ഒരു ട്രയാങ്കിളേ ഉള്ളൂ. വെരി സിമ്പിൾ. ഇനി എന്ത് ചെയ്യാം? ഒരു ട്രയാങ്കിളോട് ഞാൻ വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് വേർട്ടെക്സിൽ നിന്ന് ഇതുപോലൊരു ലൈൻ ഞാൻ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരച്ചു. ഇതുപോലൊരു ലൈൻ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഞാൻ വരയ്ക്കാം. വേർട്ടെക്സിൽ നിന്ന് ഇങ്ങനെ ഞാൻ വരച്ചു. ഓക്കെ, ഇനി ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? അപ്പം നമ്മൾ ആക്ച്വലി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാ? ആദ്യം ഏറ്റവും ചെറിയ ട്രയാങ്കിൾസ് എത്ര ഉണ്ട് നോക്കും, ഏറ്റവും സ്മോളസ്റ്റ് പീസ് എത്ര ഉണ്ട് നോക്കും. അതിനുശേഷം അവർ 2 എണ്ണത്തിന്റെ ഗ്രൂപ്പിൽ എത്ര ഉണ്ട്, അവർ 3 എണ്ണം ആകുമ്പോൾ എത്ര ഉണ്ട്. ഇതാണ് നമ്മുടെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ നോക്കാം, ഇവിടെ ഏറ്റവും ചെറിയ യൂണിറ്റ്, സിംഗിൾ യൂണിറ്റ് എത്ര ട്രയാങ്കിൾസ് ഉണ്ട് നോക്കണം. അതാണ് ആദ്യത്തെ കേസ്. അപ്പം നമുക്കറിയാം, ഇവിടെ നോക്കിയേ 1 2. അപ്പൊ സിംഗിൾ യൂണിറ്റ്സ് നമുക്ക് എത്ര എണ്ണം ഉണ്ടാകെ? 2 എണ്ണം ഉണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? 2 എണ്ണത്തിന്റെ കോമ്പിനേഷൻസിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട് എന്ന് നോക്കാം. അപ്പൊ 2 എണ്ണത്തിന്റെ കോമ്പിനേഷൻ നമുക്ക് എത്ര ട്രയാങ്കിൾ ഉള്ളേ നോക്കിയേ? ആകെ ഒരൊറ്റ ട്രയാങ്കിളല്ലേ ഉള്ളൂ. ഈ 2 പീസും കൂടെ ജോയിൻ ചെയ്ത് നമുക്ക് ഒരു വലിയ ട്രയാങ്കിൾ മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പൊ 2 എണ്ണത്തിന്റെ കോമ്പിനേഷൻസിൽ നമുക്ക് എത്ര ട്രയാങ്കിൾ വന്നു? ഒരു ട്രയാങ്കിൾ വന്നു. അപ്പൊ നമുക്ക് ടോട്ടൽ എത്രയായി? 1 + 2 എന്ന് പറയുന്നത് എത്രയാ? 3 ആണ്. അപ്പൊ നമുക്ക് 3 ട്രയാങ്കിൾസ് ആണ് ഈ ഒരു അറേഞ്ച്മെന്റിൽ കിട്ടുക. ഇനി നമുക്ക് നോക്കാം, ഒരു ട്രയാങ്കിളൂടെ വരയ്ക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചു. റൈറ്റ്. ഇനി ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ വേർട്ടെക്സിൽ നിന്ന് 2 ലൈൻസ് ഞാൻ വരയ്ക്കാം. 2 ലൈൻസ് വരയ്ക്കാം. എന്നിട്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, യെസ്. അഗെയിൻ എന്താ ക്വസ്റ്റ്യൻ? എത്ര ട്രയാങ്കിൾസ് ഈ ഒരു ഡയഗ്രത്തിൽ ഉണ്ട്, ഈ ഒരു ഫിഗറിലുണ്ട്? അപ്പൊ നമ്മൾ നേരത്തെ നോക്കിയതുപോലെ തന്നെ നമ്മൾ ചെയ്യണം. എന്താ? ഇൻഡിവിജ്വൽ യൂണിറ്റ്, ഏറ്റവും ചെറിയ ട്രയാങ്കിൾസ് എത്ര ഉണ്ട് നോക്കുക. അതാണ് നമ്മുടെ ആദ്യത്തെ കേസ്. അപ്പൊ നമ്മൾ നോക്കി, ഏറ്റവും സ്മോളസ്റ്റ് പീസ് എത്ര ഉണ്ട് നോക്കി, ഇൻഡിവിജ്വൽ യൂണിറ്റ് എത്ര ഉണ്ട് നോക്കി. അപ്പൊ നമ്പർ ചെയ്യാം, 1 2 3. അപ്പൊ നമുക്ക് ഇൻഡിവിജ്വൽ യൂണിറ്റ് എത്ര എണ്ണം കിട്ടി? 3 എണ്ണം കിട്ടി ആണല്ലോ. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താ? 2 എണ്ണത്തിനെ ക്ലബ് ചെയ്യുമ്പോൾ, ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ട്രയാങ്കിൾസ് ഉണ്ട് എന്ന് നോക്കണം. അപ്പൊ 2 എണ്ണത്തിന്റെ കോമ്പിനേഷൻസിൽ നമുക്ക് എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? സി, ഇവിടെ നോക്കിയേ, 1ഉം 2ഉം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടി 1. അതുപോലെ 2ഉം 3ഉം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു ട്രയാങ്കിൾ കിട്ടി 2. അപ്പൊ 2 എണ്ണത്തിന്റെ കോമ്പിനേഷൻസിൽ നമുക്ക് എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 2 ട്രയാങ്കിൾ ഉണ്ട്. 2 ട്രയാങ്കിൾസ് ഉണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താ? 3ഉം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ, 3 എണ്ണം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? ആദ്യം ഒരു ട്രയാങ്കിൾ എത്ര ഉണ്ട് നോക്കി, ഏറ്റവും ചെറിയ പീസ്. ദെൻ 2 എണ്ണത്തിന്റെ ഗ്രൂപ്പിൽ എത്ര ഉണ്ട് നോക്കി, പിന്നെ 3 എണ്ണം, 4 എണ്ണം ആണെങ്കിൽ 4 എണ്ണം. അതുപോലെ ഇങ്ങനെ 1 by 1 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ചെയ്യും. അപ്പൊ 3 എണ്ണത്തിന്റെ കോമ്പിനേഷൻ നമുക്ക് ഇവിടെ എത്ര ട്രയാങ്കിൾ ഉണ്ട് നോക്കിയേ? ഈ കാണുന്ന ഏറ്റവും വലിയ ട്രയാങ്കിൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 എന്ന് കിട്ടി, 1 എന്ന് കിട്ടി ആണല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? അഗെയിൻ അവരെ ആഡ് ചെയ്യാം. 1 + 2 + 3 എന്ന് പറയുന്നത് എന്താ? 6. അപ്പോ ഇത് നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പാറ്റേൺ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ? സി, വളരെ സിമ്പിളാണ്. അപ്പൊ നമ്മളൊരു ട്രയാങ്കിൾ ഉണ്ട്, അതിൽ ഇതുപോലെ കുറെ ലൈൻസും വരച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മൊത്തം എത്ര ചെറിയ ട്രയാങ്കിൾസ് ഉണ്ട് എന്ന് നോക്കുക, അവർക്കെല്ലാം നമ്പർ ചെയ്യുക, 1 2 3 4 അങ്ങനെ നമ്പർ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക? ആ നമ്പേഴ്സിനെല്ലാം ആഡ് ചെയ്യുക. വളരെ സിമ്പിൾ. അപ്പൊ നോക്കിയേ, ഇവിടെ നമുക്ക് ഒരൊറ്റ ട്രയാങ്കിളേ ഉള്ളൂ. അപ്പൊ അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നും നമുക്കറിയാം. രണ്ടാമത്തെ സിറ്റുവേഷനിൽ നോക്കിയേ, ഇവിടെ എത്ര ട്രയാങ്കിൾ ഉണ്ട്? 2 ഇൻഡിവിജ്വൽ യൂണിറ്റ് ഉണ്ട്, സ്മോളസ്റ്റ് പീസ് 2 എണ്ണം ഉണ്ട്. അപ്പൊ നമ്മൾ നമ്പർ ചെയ്തു 1 2. എന്നിട്ട് എന്ത് ചെയ്യുക? അവരെ ആഡ് ചെയ്തു 1 + 2. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? മൊത്തം 3 ട്രയാങ്കിൾസ് ഉണ്ടെന്ന് കിട്ടി. അതുപോലെ മൂന്നാമത്തെ സിറ്റുവേഷൻ നോക്കിയേ, മൊത്തം 3 സ്മോളർ യൂണിറ്റ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ നമ്പർ ചെയ്തു 1 2 3. റൈറ്റ്. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? അവരെ ആഡ് ചെയ്യുക, 1 + 2 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? 6. ഇത്രയേ ഉള്ളൂ.
ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു ട്രയാങ്കിൾ നോക്കാം. സി ഇങ്ങനൊരു ട്രയാങ്കിൾ നമുക്ക് നോക്കാം. ഓക്കെ, എന്നിട്ട് ലൈൻസ് വരയ്ക്കാം. 1 2 യെസ് 1 2 3 4 യെസ്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് വിത്തിൻ വാട്ട് സെക്കൻഡ്സ് പറഞ്ഞൂടെ? നോക്കിയേ, 1 2 3 4 ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും? 1 + 2 + 3 + 4 വിച്ച് ഇസ് ഈക്വൽ ടു വാട്ട്? 10. ഇരുന്ന് എണ്ണേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഇത്രയേ ഉള്ളൂ. സോ ഇതുമായിട്ട് റിലേറ്റഡ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വാട്ട് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ കണ്ടതുപോലെ തന്നെ അതിലോട്ട് പോവാം. ഓക്കെ അല്ലേ? ഇനി ഇവിടെ ഒരു അപ്ഡേറ്റഡ് കാര്യം കൂടെ പറയാനുണ്ട്. അതായത് ഒരു ട്രയാങ്കിൾ ഞാൻ ഇങ്ങനെ വരച്ചു. ഓക്കെ, യെസ്. അതിനുശേഷം ഇങ്ങനൊരു ലൈൻ വരച്ചു. ഓക്കെ, സോ ഇവിടെ എത്ര ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പറയാം. 3 ട്രയാങ്കിളാണ്. നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ സി 1 2 അപ്പോൾ നമുക്ക് 3 ട്രയാങ്കിളാണെന്നെല്ലാം അറിയാം. ഇനി ഒരു ബേസും കൂടെ ഉണ്ട് എന്ന് വിചാരിക്കുക. അതായത് ഇങ്ങനൊരു ലൈൻ കൂടെ ഞാൻ വരച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഒരു കോമ്പിനേഷനിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ സി നമ്മൾ താഴെ കണ്ട അതുപോലെ തന്നെ നമുക്ക് മുകളിലും എഴുതിക്കൂടെ? നോക്കിയേ, 1 2 എന്ന് ഇവിടെ എഴുതിക്കൂടെ? അപ്പോൾ താഴത്തെ ബേസിൽ നമുക്ക് 3 എണ്ണമാണ്. അപ്പോൾ മുകളിലത്തെ ബേസിൽ നമുക്ക് എത്ര എണ്ണം ഉണ്ട്? 1 + 2 അവിടെയും ഉണ്ട്, 3 എണ്ണമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അറേഞ്ച്മെന്റ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? താഴത്തെ ബേസിൽ എത്ര ഉണ്ട് നോക്കുക, മൊത്തം എത്ര ബേസസ് ഉണ്ട് നോക്കുക. ഇവിടെ നോക്കിയേ, 2 എണ്ണമാണ്. സോ 3 × 2 വിച്ച് ഇസ് ഈക്വൽ ടു 6. അങ്ങനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസറിലോട്ട് എത്താൻ സാധിക്കും. വളരെ സിമ്പിൾ. സോ ഇനി നമുക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. യെസ്, ആദ്യം ഞാൻ ഇതായിരുന്നു കാണിച്ചത്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഡയഗ്രാം ഗിവൺ ബിലോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ RRB NTPCയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെ സോൾവ് ചെയ്യും. അപ്പോൾ നോക്കിയേ, ഇവിടെ ആദ്യത്തെ ഒരു ഫിഗറിൽ നമുക്ക് അറിയാം പല കോമ്പിനേഷൻ കുറേ ട്രയാങ്കിൾസ് ഉണ്ട്. പക്ഷെ നമ്മൾ എങ്ങനെ ഒരു ആൻസറിലോട്ട് എത്തും? ഇവിടെ നോക്കിയേ, 1 2 3 4. അപ്പം നമുക്ക് ഈ ഒരു സൈഡിൽ മൊത്തം എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 1 + 2 + 3 + 4 10 ആണ്. വളരെ സിമ്പിൾ. അതുപോലെ ഇവിടെയും ഉണ്ട്, ഒരേപോലെയാ 1 2 3 4 4 ട്രയാങ്കിൾസാ. അപ്പം ഇവിടെയും നമുക്ക് എന്ത് കിട്ടി? 10 എന്ന് കിട്ടി. ഇവിടെയും നമുക്ക് എന്ത് കിട്ടി? 10 എന്ന് കിട്ടി. അപ്പോൾ ടോട്ടൽ നമുക്ക് ഇപ്പം എത്ര എണ്ണമായി? 30 എണ്ണമായി. ഇത് മാത്രമേ ഉള്ളൂ? അല്ല, നമുക്ക് ഇതിനിടയിൽ ഒരു ട്രയാങ്കിൾ ഉണ്ട്. നോക്കിയേ, ഇതിനിടയിൽ ഒരു ട്രയാങ്കിൾ ഉണ്ട്. അപ്പം എത്ര എണ്ണമായി? 31. ഇത് മാത്രമാണോ? അല്ല, ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ വലിയൊരു ട്രയാങ്കിൾ കിട്ടുന്നുണ്ട്. നോക്കിയേ, യെസ്. അപ്പം നമുക്ക് മൊത്തം എത്ര എണ്ണം വന്നു? 30 പ്ലസ് സെൻറ്ററിലുള്ള 1 പ്ലസ് ഏറ്റവും വലുത് 2. അപ്പോൾ ആൻസർ എത്രയാ? 32. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ട്രിക്ക് അറിയുമെങ്കിൽ എത്ര ഈസി ആയിട്ടാ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റുക? വെരി സിമ്പിൾ അല്ലേ? യെസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ട്രയാങ്കിൾസ് ആർ പ്രസന്റ് ഇൻ ദ ഫോളോയിങ് ഫിഗർ. സോ ഇവിടെ ട്രയാങ്കിൾസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ എത്ര നോക്കിയേ, അപ്പം നമ്മൾ നേരത്തെ പഠിച്ച ആ പാറ്റേണിലുള്ളത് കണ്ടു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. യെസ്. അപ്പം നമ്മളിവിടെ നോക്കുമ്പോൾ നോക്കിയേ, യെസ്, ഇവിടെ 3 റൈറ്റ്, ഇവിടെ 3, ഇവിടെ 3. അപ്പം എത്രയായി? 3 3 6. ഇനി നോക്കിയേ, ഇവിടെ 3 6 3 9. ഇനി നോക്കിയേ, 9 3 12 ഓർ 3 × 4 12. നമുക്ക് പെട്ടെന്ന് അങ്ങനെ കിട്ടും. കാരണം ഇവിടെ 3 എണ്ണമാണ്, അങ്ങനെ 4 എണ്ണം ഉണ്ട് നമുക്ക്. സോ 3 × 4 നമുക്ക് 12 എന്ന് കിട്ടി. ഇനി ഇത് മാത്രമേ ഉള്ളൂ? ഇത് കൂടാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. നമുക്ക് അതും നോക്കാം. സി ഇത് കൂടാതെ വേറെ ട്രയാങ്കിൾസ് ഏതൊക്കെയാ ഉള്ളത്? നോക്കിയേ, നോക്കിയേ, സി ഇതൊന്ന് 2 റൈറ്റ്. ഇത് കൂടാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പം നമുക്ക് 12 പ്ലസ് ഇപ്പം നമ്മൾ നോക്കി 2 എണ്ണം കൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ എത്ര വരും? 14 ആണ്. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ. ഇത്രയേ ഉള്ളൂ. മനസ്സിലാവുന്നില്ലേ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. റൈറ്റ്, ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദർ ഇൻ ദ ഗിവൺ ഫിഗർ. സോ ഇവിടെ എത്ര ആൻസർ? 30. എങ്ങനെയാണ് കിട്ടുക? നോക്കിയേ, 1 2 3 4. അപ്പം ഈ ഒരു ബേസിൽ നമുക്ക് 10 എണ്ണമാണ്. അങ്ങനെ എത്ര ബേസ് ഉണ്ട്? 1, ഇത് രണ്ടാമത്തെ ബേസ്, ഇത് മൂന്നാമത്തെ ബേസ്. സോ 10 × 3 വിച്ച് ഇസ് ഈക്വൽ ടു വാട്ട്? 30. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ. എത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ആൻസറിലോട്ട് എത്തുന്നത്? അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. സെലക്ട് ഓപ്ഷൻ ദാറ്റ് റെപ്രസെന്റ് ദ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഇൻ ദ ഫോളോയിങ് ഫിഗർ. RRB ALPയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ്. അപ്പോൾ ഇതെങ്ങനെ ആൻസറിലോട്ട് പോകാൻ നോക്കാം. യെസ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ എന്താ? നോക്കിയേ, ഇവിടെ എത്ര എണ്ണം ഉണ്ട്? നമ്മൾ നേരത്തെ കണ്ടതാ, 2 ബേസ് ഉണ്ട്. താഴത്തെ ബേസിൽ 3. അപ്പോൾ 2 ബേസ് ആകുമ്പോൾ മൊത്തം 6. അപ്പോൾ ഇവിടെ നമുക്ക് 6 എണ്ണം കിട്ടി. ഇനി അതുപോലെ വേറെ ഏതെങ്കിലും പാറ്റേൺ ഉണ്ടോ? നോക്കിയേ, ഇവിടെ നോക്കിയേ, യെസ്, ഇവിടെ ഒരു 3 എണ്ണം വന്നു. റൈറ്റ്. അപ്പോൾ
3 ഇവിടെ വന്നു. ഇനി ഇത് കൂടാതെ വേറെ എന്താ? സോ 6 3 9 ആയി. ഇപ്പോൾ ഇനി അത് കൂടാതെ വേറെ എവിടെയൊക്കെ ഉണ്ട് നോക്കിയേ. യെസ്, 10 11 12 13. ഇപ്പം നമുക്ക് 13 എണ്ണമായി അല്ലേ? 6, പിന്നെ മറ്റേ ഓറഞ്ച് 3, പിന്നെ 4 കോർണേഴ്സിലും ഓരോന്നുണ്ട്. സോ 6 3 9, 9 4 13 എണ്ണമായി. ഇനി ഇത് കൂടാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. നമുക്ക് നോക്കാം കോമ്പിനേഷൻസിൽ. അപ്പോൾ നമ്മൾ പല കളേഴ്സിൽ ഇവിടെ കണ്ടു. ഇനി അവരുടെ കോമ്പിനേഷൻസിൽ വല്ല ട്രയാങ്കിൾസ് ഉണ്ടോ? ഉണ്ട്. നോക്കിയേ, ഇതൊന്ന് ഇതൊന്ന്. അപ്പം എത്രയായി? 6 3 9, 9 4, യെസ് 13, 13 2 15. സോ ദ റൈറ്റ് ആൻസർ ഈസ് വാട്ട്? ഓപ്ഷൻ ബി 15. അത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. യെസ്, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് റെപ്രസെന്റ് ദ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഇൻ ദ ഫോളോയിങ് ഫിഗർ. സോ ഇതെങ്ങനെയാണ് ചെയ്യുക? സോ നമ്മൾ കണ്ട ട്രിക്ക് അല്ലെങ്കിൽ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യുക. ഈസി ആയിട്ട് നമുക്ക് കിട്ടും. സി നോക്കിയേ. ഓക്കെ, ഇവിടെ നോക്കിയേ. 1 ഇവിടെ 3 എണ്ണം ഉണ്ട് ആണല്ലോ. ഇവിടെ 3 എണ്ണം ഉണ്ട് ആണല്ലോ. ഇവിടെ 3 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ എത്ര എണ്ണമായി? 3 × 3 9 എണ്ണം ഇപ്പം തന്നെ ആയി. റൈറ്റ്. ഇനി ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? സി നമുക്കിവിടെ ഓൾട്ടിറ്റ്യൂഡ്സ് തന്നിട്ടുണ്ട്, ട്രയാങ്കിളുടെ ഹൈറ്റ്സ് തന്നിട്ടുണ്ട്. റൈറ്റ്. സോ ആ ഹൈറ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ട്രയാങ്കിൾസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം. നോക്കിയേ ഇവിടെ. യെസ്. സോ ഈ ഒരു ഹൈറ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് 2 ട്രയാങ്കിൾസ് കാണാൻ സാധിക്കും. നോക്കിയേ, 1 ഇങ്ങനെ, മറ്റേത് ഇങ്ങനെ. അങ്ങനെ നമുക്ക് 3 ഹൈറ്റ്സ് ഉണ്ട്. ഓരോ ഹൈറ്റിലും 2 എണ്ണം വെച്ച് കിട്ടും. അങ്ങനെയാണെങ്കിൽ പ്ലസ് 3 × 2 എത്ര വന്നു? 9 പ്ലസ് 6 15. സോ 15 എണ്ണം ആണോ? അല്ല. നമ്മുടെ ഏറ്റവും വലിയ ട്രയാങ്കിൾ ഉണ്ട്, അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. പ്ലസ് 1. അപ്പം എന്ത് വന്നു? 16 ഈസ് ദ റൈറ്റ് ആൻസർ. സോ ഓപ്ഷൻ സി 16 ഈസ് ദ റൈറ്റ് ആൻസർ. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ഇനിയും കുറേ ട്രിക്സ് ഉണ്ട്, നമുക്കത് വരുന്ന ക്ലാസ്സുകളിൽ കാണാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. കീപ് പ്രാക്ടീസിങ്, കീപ് ലേണിംഗ്. താങ്ക് യു സോ മച്ച്. ബൈ.